മനുഷ്യൻ എന്ന് ഒരു മനുഷ്യൻ എന്ന് പറയുമ്പോൾ ഈ ശരീരം മാത്രമല്ല, അതിനുള്ളിൽ മനസ്സുണ്ട്. മനസ്സ് എനർജിയാണ്, അല്ല ഒരു അവയവമല്ല. അപ്പോ മനസ്സുകൊണ്ട്, മനസ്സിനുള്ളിലാണ് ശരീരം ഞാൻ പറയും. മനസ്സുകൊണ്ട് മാറാത്ത ഒന്നുമില്ല. അപ്പൊ നമ്മൾ ഏത് മെഡിറ്റേഷൻ ചെയ്താലും പ്രാർത്ഥന ചെയ്താലും മനസ്സാണ് അവിടെ പ്രവർത്തിക്കുന്നത്. അപ്പൊ എനർജി ഹീലിംഗ് നമ്മുടെ അല്ല, ഞാൻ ചോദിക്കുന്നത് ശരീരം ഭേദമാകാതെ മനസ്സിന് എന്തെങ്കിലും ചികിത്സ നടത്തിയിട്ട് ഞാനൊരു ഉദാഹരണം പറയട്ടെ. നമ്മള് പത്രത്തിലൊക്കെ കേൾക്കാറുള്ളതാണ്, മകൻ മരിച്ച വാർത്ത കേട്ട് അമ്മ ഹൃദയം പൊട്ടി മരിച്ചു. ഭർത്താവ് മരിച്ച കുറച്ചു കഴിഞ്ഞപ്പോൾ ഭാര്യ ഹൃദയം പൊട്ടി മരിച്ചു. അങ്ങനെയൊക്കെ വരുന്ന വാർത്ത ഉടനെ നമ്മുടെ ഉള്ളില് ആ എനർജി ബ്ലോക്ക് ഉണ്ടാവുന്നതാണ് കാരണം. ഹൃദയം എന്നുള്ള അവയവം പൊട്ടുന്നതല്ല, നമ്മുടെ ഉള്ളിലെ എനർജിക്കാണ് എനർജി ബ്ലോക്ക് അവിടെ. ഞാൻ പറയാം, ഈ തലച്ചോറിലെ എൻഡോർഫിനുകൾ എന്ന് പറയുന്നതാണ്. തലച്ചോറിലെ എൻഡോർഫിനുകളും പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഉണ്ടാക്കുന്ന ഡൈമോർഫിനും തുടങ്ങിയിട്ടുള്ള, അതായത് ശരീരത്തിന് പെട്ടെന്ന് മനസ്സിനെ ശരീരത്തെ നന്നായിട്ട് ബാധിക്കുകയും അതുണ്ടാക്കുന്ന ഹോർമോണുകൾ പെട്ടെന്ന് പ്ലാസിബോ ഇഫക്റ്റ് ഉണ്ടാക്കുകയും ചെയ്യും. ഈ പ്രാർത്ഥനയിലും അനുഷ്ഠാനങ്ങളിലും മന്ത്രവാദത്തിലും ഒക്കെ ഇത്തരം ഈ ഹോർമോണുകൾ ഉണ്ടാകുന്നതിന്റെ ഫലമായിട്ടാണ് ഇവർക്ക് രോഗശാന്തി ഉണ്ടായി എന്നൊരു പ്ലാസിബോ തോന്നുന്നത്. അത് ഒരു ദിവസത്തേക്കേ കാണൂ, അല്ല 2 ദിവസത്തേക്ക് കാണൂ. വളരെ പെട്ടെന്ന് രോഗം ഗുരുതരമായിട്ട് മാറുകയും ഇവർ പറയും ഇതാണ് ഈ ക്യാൻസർ പ്രാർത്ഥിച്ചപ്പോൾ കുറഞ്ഞു പറയുന്നത്. ഈ പറയുന്ന എൻഡോർഫിനുള്ള പ്രവർത്തനം കൊണ്ട് അത് നമ്മൾ കള്ളു കുടിച്ചാലും അത് നമ്മൾ സിഗരറ്റ് വലിച്ചാലും ഈ പറയുന്ന അതുപോലെയുള്ള സാധനങ്ങൾ കഞ്ചാവ് വലിച്ചാൽ ഈ പറയുന്ന എൻഡോർഫിൻ ഉണ്ടാവും. അപ്പൊ അത് മനഃശാസ്ത്രപരമായിട്ടുള്ള വിശദീകരണമാണ്. യുക്തിവാദത്തിന്റെ പല ചിന്തകളോട് പറഞ്ഞു. അദ്ദേഹം ഇവിടെ പറയുന്നത് മുഴുവൻ യുക്തിവാദത്തിൽ അടിസ്ഥാനമായ ചോദ്യം. ആരെങ്കിലും അനുഭവം പറഞ്ഞാൽ സർട്ടിഫിക്കറ്റ് ഉണ്ടോ, ഇതൊക്കെ ചോദിച്ചോണ്ടിരിക്കുക. ഞാൻ ഒറ്റ കാര്യം പറയാം, നമ്മുടെ ഈ സ്റ്റുഡിയോയിൽ തന്നെ ഏറ്റവും കുറഞ്ഞ ഈ ബൾബുകൾ നോക്കിയാൽ തന്നെ 1000-ലധികം ബൾബുകളുണ്ട്. ഇതെല്ലാം തന്നെ ഏതെങ്കിലും മനുഷ്യൻ ഉണ്ടാക്കിയതാണ്, അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടാക്കിയതാണ്. നമുക്ക് കുടിക്കാൻ തന്ന വെള്ളം ഇതെല്ലാം ഉണ്ടാക്കിയതാണ്. ഇതെല്ലാം ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ തന്നെ സമുദ്രം, ഭൂമി, ആകാശം, വൃക്ഷലതാദികൾ ഇതെല്ലാം ഉണ്ടാക്കിയ ഒരു ശക്തി ഉള്ളതിനെയാണ് ഞങ്ങൾ ദൈവം എന്ന് പറയുന്നത്. അത് യുക്തിവാദി അംഗീകരിക്കില്ല. എന്നിട്ട് ഗൂഗിളിൽ തപ്പി കഥ പറയാ. സാറിന്റെ മറുപടി ഒക്കെ നെറ്റ് തീർന്നാ തീരും, ഇന്റർനെറ്റ് തീർന്ന സാറിന്റെ മറുപടി. യുക്തിവാദിയോടൊരു ചോദ്യം, സ്നേഹം, നീതി, മനസാക്ഷി ഇത് തെളിയിക്കാൻ പറ്റുമോ? സംശയമില്ല. ഇല്ലാത്ത ഞാൻ കൊള്ളൂ. സ്നേഹം, നീതി, മനസാക്ഷി മനസാക്ഷിയുള്ള ഒരിക്കലും ദൈവത്തിന് മനസാക്ഷി